நாங்கள் இப்போது சூர்யாவோட கருப்பு மூவி பார்த்து வந்துட்டு இருக்குது. என் ஃப்ரெண்டு சத்து போச்சு. ஆர் பாலாஜி சூர்யா நீங்கள் தான் இதுக்கு காரணம். டேய் தம்பி, டேய் டேய் உனக்கு என்னடா உனக்கு? ஐயோ, படம் பார்த்த எல்லாரும் சத்து போச்சு. நான் என்னடா படம் பண்ணி வச்சிருக்கேடா ஆர் பாலாஜி. என்ன மாதிரி அபராதம்? என் தமிழ் இனிய மக்களோடு என் மலையாளி மக்களோடு இந்த படம் பார்க்கக்கூடாது. இந்நிலைக்கே இது கேன்சல் பண்ணி ரீஃபண்ட் கிடைச்சவங்க எல்லாம் புண்ணியம் செய்தவங்க. அந்த கேன்சல் கிடைச்ச அமௌண்ட் வச்சு நீங்கள் பிரியாணி சாப்பிடுங்க. ஏய் சூர்யா, இதுக்கும் நல்லா நீங்கள் ரீல்ஸ் பண்ணலாம். 30 செகண்ட் ரீல்ஸு, பெங்காலி ரீல்ஸ் பண்ணலாம். உங்களுக்கு என்ன மாதிரி படத்தில் போய் அபிநயிச்சுட்டு இருக்குதா, நடிச்சிட்டு இருக்குதா? சூர்யா ஃபேன்ஸ், டியர் சூர்யா ஃபேன்ஸ், கொஞ்சம் லெட்டராவது போட்டு சொல்லுங்க சூர்யா கிட்ட, இந்த மாதிரி அபராதங்களை போய் பண்ணக்கூடாது. എൻ്റെ മക്കളെ, ഇത് ഞാൻ തമിഴ് പറയാൻ കാരണം എന്താ പറയുക, 4 തമിഴന്മാരെങ്കിലും കണ്ടിട്ട് പോവാതിരിക്കട്ടെ ചേട്ടാ. എന്താ അപരാധമാണ്? ഇന്നലത്തെ റീഫണ്ടും മേടിച്ച് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ തടിയുമ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെൻ്റൽ ഹെൽത്ത് പോയി, സീരിയസ്ലി പോയിടിച്ച്, മെൻ്റൽ ഹെൽത്ത് പോയിടിച്ച്. ഞാൻ സൈക്കോ ആയിപ്പോയി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക്. സെക്കൻഡ് ഹാഫ് ഞാൻ ഒരു കയറ് വാങ്ങി സ്വന്തം സീറ്റിൽ കെട്ടി വെച്ച് കിടക്കാമെന്ന് വിചാരിച്ച് ഓടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഔട്ട്, ഓനൊന്നും വേണം, ഓന് സംസാരശേഷി നഷ്ടപ്പെട്ട്. എൻ്റെ മോനെ എന്തൊരു അപരാധ സിനിമ. സൂര്യ ഒരു പടത്തിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിനകത്ത് കഥ കേൾക്കാറില്ലേടി? അതോ വള്ളയും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് 4 സീനും പറഞ്ഞു കൊടുത്ത് ഇത് മാസാവും അല്ലെങ്കിൽ ഇതിൽ നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ കയറി അഭിനയിക്കൂ? ആർ ബാലാജീനെ കൊണ്ട് എൻ്റെ പൊന്നെ, RJ ബാലാജി, ഞാൻ RJ പറഞ്ഞില്ല എന്ന് പറഞ്ഞു വരില്ലേ? എൻ്റെ പൊന്നളിയാ, ഈ വൃത്തികെട്ടവനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഹാഫ് മൊത്തം. ആദ്യം ഇവൻ്റെ അപരാധം. പടം തുടങ്ങിയത് മുതൽ കോർട്ട്, അഡ്വക്കേറ്റ്, കേസ് എന്നും പറഞ്ഞിട്ട് ഈ സാധനത്തിനകത്ത് ഇവൻ്റെ ഓവർ പട്ടി ഷോ കണ്ട് ഞാൻ കുറേ നേരത്തിന് ചോദിച്ചു ഇതിനകത്ത് സൂര്യ ഇല്ല. സൂര്യ വന്നു പോണൊക്കെ ഗ്രാഫിക്സിൽ. ഞാൻ ചോദിച്ചു സൂര്യനടാ കൊടുന്ന് വെച്ചതെന്ന്. അങ്ങനെ സൂര്യനിട്ട് ചുവന്നും കറുപ്പുമായിട്ട് കുതിരപ്പുറത്ത് വന്ന് സൂര്യ ഇങ്ങനെ വരുന്നു, ദൈവമാവണു, സൂര്യ വരുന്നു, ദൈവമാവണു. കറുപ്പ് സ്വാമി കുപ്പുസ്വാമി എന്ന് പറഞ്ഞിട്ട് സ്വാമി കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആകെ ഈ പടത്തിലൊരു മനസമാനം തന്നത് ഇന്ദ്രൻസാണ്. ഒരു ലോഡ് മലയാളികളെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ, തമിഴന്മാരും കഥ കേട്ട് അഭിനയിച്ചിട്ടുണ്ടാവില്ല. സൂര്യപ്പടം എന്ന് കേട്ടപ്പോൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് പോയതായിരിക്കും മലയാളികളെ ആക്ടേഴ്സ് മൊത്തം. അതിൽ ആകെ മെച്ചമുള്ളത് ഈ പറഞ്ഞ ഇന്ദ്രൻസേട്ടനാണ്. അയാളുള്ളതുകൊണ്ട് പടത്തിലൊരു മനസമാനം ഉണ്ടായി. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ അയാളെ പെർഫോമൻസ് കാണുമ്പോൾ. അല്ലാത്ത പക്ഷേ എന്ത് വെറുപ്പിക്കലായിരുന്നു. എടാ പഴയതുമല്ല, തമിഴ് സിനിമ തുടങ്ങിയ കാലം മുതലുള്ള കഥ. ഒരു ദേശത്തെ മറ്റേ എന്താ പറയുക, ആ ദേശം കാക്കുന്ന ഒരു ദൈവം, കുപ്പുസ്വാമി, കറുപ്പുസ്വാമി, എന്നസ്വാമി, ചിന്നസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി. ആ സ്വാമി ഇപ്പോഴത്തെ നാട്ടിൽ വന്ന് ഇപ്പോഴത്തെ കോടതിയിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമത്തിനെതിരെ അയാൾ പോരാടുന്നു, അല്ലെങ്കിൽ അയാൾ മറ്റേ അതിന് നാട്ടുകാരെ രക്ഷിക്കാൻ വരുന്നു. രക്ഷകൻ സ്വാമി, കുപ്പുസ്വാമി, അപ്പുസ്വാമി, കറുപ്പുസ്വാമി. എന്നിട്ട് അതിനിടയിൽ കുറേ അവഞ്ചേഴ്സ് എഫക്റ്റ്, ഡോക്ടർ സ്ട്രേഞ്ച് എഫക്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിനിടയിൽ കുറേ ഗോസ്റ്റ് റൈഡർ എഫക്റ്റ് വരുന്നു. എടാ എന്ത് പാടാടാ അത്. RJ ബാലാജിക്ക് വേണ്ടി കുറേ സീനുകൾ. തൃഷയ്ക്കൊന്നും ഡയലോഗ് വരുന്നില്ലാത്തതുകൊണ്ടാണോ അതോ പറഞ്ഞ് തെറ്റിയതാണോ, ഡബ് ചെയ്യുമ്പോൾ ലിപ്സിങ്ക് പോയതോ ഒന്നും മനസ്സിലാവണില്ല. സ്ലോ മോഷനിൽ തൃഷ ഡയലോഗ് പറയുമ്പോൾ അപ്പുറത്ത് വാഗിനുള്ള ഡബ്ബ്. പണ്ട് ഞങ്ങൾ റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ലിപ്സിങ്ക് ശരിയല്ലെങ്കിൽ കാണിച്ചിരുന്ന ട്രിക്കൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് മൊത്തം സ്വർണം കാണാതായ അച്ഛനും മകളും ഈ നാട്ടിൽ കൂടി സ്വർണം തപ്പി നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി, പിന്നെ അത് കോടതിയിൽ പോയി, കോടതിയിൽ അത് കിട്ടാതെ അവസാനം ഇൻ്റെ പൊന്നെ ഇങ്ങനത്തെ ഒരു അപരാധം വെച്ച് ഫസ്റ്റ് ഹാഫ് ഉള്ളിൽ ഓടിച്ച്. ആ ഫസ്റ്റ് ഹാഫ് ഓടിച്ച് തീരുമ്പോഴത്തേക്ക് സൂര്യനെ കൊടുന്നിടും ചെയ്തു. ഒരു മറ്റേ സ്വാമി എന്ന് പറഞ്ഞിട്ട്, കറുപ്പ് സ്വാമി, മുളക് തേച്ച കറുപ്പ് സ്വാമി. മുളക് തലയിലല്ലടാ RJ ബാലാജി തേച്ചത്. ഇത് കാണാൻ വന്ന നാട്ടുകാർ കുണ്ടിക്കാണ് ഈ തേച്ച് വെച്ചത്. ഈ സീരിയസ് ആയിട്ട് പറയുകയാണ്. സൂര്യയും RJ ബാലാജിയും കൂടി ഇത് കാണാൻ പോയവൻ്റെ കുണ്ടിക്ക് മുളക് തേച്ച്. അമ്മാതിരി ഒരു അപരാധ സിനിമ. ഇതിന് ഒരു കോക്ക് പറയുന്ന കാട്ടപരാധം എന്ന് പറഞ്ഞാലും പോരാ. ഇത് ചാമി അപരാധം. അങ്ങനത്തെ ഒരു A ക്ലാസ് ബോംബല്ലടോ ഇത് ആറ്റം ബോംബ്. സൂര്യൻ്റെ ന്യൂക്ലിയർ ബോംബ്. അയ്യോ, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അല്ലേ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സിംഗം വരുന്നു, ലിയോ വരുന്നു. ഇതൊക്കെ റെഫറൻസ് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. അത് വരാം. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് കുറെ റെഫറൻസ് സാധനങ്ങൾ വെച്ച് പോയി. അതിനകത്ത് തന്നെ ഈ ലിയോ വിജയിൻ്റെ ഒരു റെഫറൻസ് ഒരു സാധനം വെച്ചിട്ട് അതിനകത്ത് ഏതോ ഒരുത്തനടാ കോട്ടും കൊണ്ടുവന്ന് കാട്ട വിഗും വെച്ച് തിരിച്ചു നിർത്തിക്കണ. ഏയിലെങ്കിലും വെച്ചാൽ പോരടാ വിജയിനെ.
അതിന് എന്തിനാടാ ഏതോ ഒരു ബംഗാളി പണിക്കാരനെ കൊടുത്ത് കറുത്ത ഡ്രസ്സും ഒരു തലയിൽ ഒരു പൂടിയും വെച്ച് കൊടുത്ത് അവിടെ കൊണ്ടുപോയി നിർത്തിയത് കോഫി ഷോപ്പിൽ. ആ സാൻഡി മാസ്റ്ററിന്റെ ആ ഒരു സീനുണ്ട്, ചോക്ലേറ്റ് കാഫി, അതിൽ കുറച്ച് ആൾക്കാർ ചിരിച്ച്. അത് ചിരിക്കാണ്ടായ കാരണം എന്താ അറിയോ? കാട്ടപരാധത്തിൽ നല്ലത് അതുകൊണ്ട്. അതാണ് യൂണിവേഴ്സൽ ഗുണ്ടിൽ എവിടെയോ ഒരു നനഞ്ഞ ഗുണ്ട്, അത് കണ്ടപ്പോൾ ചിരിച്ചു നാട്ടുകാർ. എന്നിട്ട് ഇത് സെക്കൻഡ് ഹാഫ് മുട്ട് ഗോഡ് തിങ്സ്. ആദ്യം ദൈവം തോൽറ്റ്, പിന്നെ ദൈവം ജയിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാഫിൽ ദൈവം വീണ്ടും വന്ന് ദൈവം ജയിക്കണ്. ഈ ദൈവം ജയിക്കാൻ വേണ്ടി വന്ന് ഗോഡ് തിങ്സ് എന്ന് പറഞ്ഞത് ഇത് എന്താണ് ഇതിന്റെ കഥ? സ്റ്റോറി ലൈൻ എന്താ? ഈ സൂര്യ ഫാൻസ് എനിക്ക് ഈ ഒരു പടം ഇറങ്ങിയത് മുതൽ ഇതിന്റെ കുറെ ട്രെയിലർ അയച്ചു തരുന്നു, ടീസർ അയച്ചു തരുന്നു, പോസ്റ്റർ അയച്ചു തരുന്നു. നിങ്ങൾ ഈ സൂര്യ ഫാൻസ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത അയാളെ കൊണ്ട് പറ്റാത്ത അയാൾ ചെയ്ത് വെച്ച അപരാധങ്ങളെ മൊത്തം വെളുപ്പിക്കാൻ നടക്കണം നിങ്ങൾ. അയാളെ കൊണ്ട് പണി നടക്കില്ല എന്ന് പേരക്കുറെ മനസ്സിലായി തുടങ്ങി. സീരിയസ് ആയിട്ട് എന്തെന്നാണ് ഇത്? ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കഥ കേട്ട് അതിലൊക്കെ എന്തെങ്കിലും അയാളെ കൺവിൻസ് ചെയ്ത് എന്താവും അറിയും. ഈ പടത്തിൻ്റെ ലാസ്റ്റിലേക്ക് സൂര്യൻ്റെ വക ഒരു കാന്താരുണ്ട്. എൻ്റെ പൊന്നു മോനെ, മറ്റേ പൂച്ച മത്തിക്കഷ്ണം കിടിച്ച പോലത്തെ ഒരു മീശയും കടിച്ചു പിടിച്ച് വന്ന് കണ്ണിലൊരു കാട്ട ലെങ്സും വെച്ച്, തീട്ട കളർ ലെങ്സും വെച്ച്, അയ്യോ എന്നിട്ട് മൂപ്പര് വാളും പിടിച്ച് തുള്ളിയിട്ട് കറക്റ്റ് കാന്താര കോപ്പി അടിച്ച് അതേപോലെ കോപ്പി പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് പറയാ കറുപ്പുസ്വാമി. ഈ കറുപ്പുസ്വാമീൻ്റെ കാട്ടപരാധം കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ. കറുപ്പുസ്വാമി തുള്ളണ്, ചാടണ്, കറുപ്പുസ്വാമി മീശ കടിച്ച് ഓടണ്, പേടിപ്പിക്കണ്. വില്ലനാണെങ്കിൽ RJ ബാലാജിന്റെ വില്ലനായിട്ടുള്ള ഇതിൽ RJ ബാലാജിന്റെ മുഖത്ത് ഒരു എന്തെങ്കിലും ഒരു ഭാവം, പുച്ഛമല്ലാതെ വേറെ ഒന്നുമില്ല. സൂര്യനടക്കം പുച്ഛാണ് അയക്ക്. അയ്യോ, അങ്ങനെ ഇതിന്റെ സെക്കൻഡ് ഹാഫ് മൊത്തം ഗോഡ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അപരാധങ്ങൾ കാണിച്ചു വെച്ചു. എന്നിട്ടും പടം തീരുന്നില്ല. പടം തീരുന്നൊക്കെ വിചാരിച്ചോടത്തും പടം തീരാതെ വീണ്ടും വലിഞ്ഞുകൊണ്ടിരിക്കുന്നു പടം വലിഞ്ഞ് നന്മ ദൈവം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണ്ടേ? ഇതിലൊരു വിചാരിച്ച മെസ്സേജ് എന്താ? നീതിക്കും നേർമയ്ക്കും മറ്റേ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഈ പറഞ്ഞ കോടതിക്ക് മുകളിലും ഒരു ശക്തി ഉണ്ട് എന്നൊക്കെ അവന്മാര് ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് വീണ്ടും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നു ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അപരാധം. അതിനിടയിൽ സിംഗം വരണ്, അതിനിടയിൽ ലിയോ വരണ്, അതിനിടയിൽ ജയ് ഭീമിനെ കൂടെ ഒന്ന് ഇറക്കണ്. ഒന്നും വർക്കായില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വർക്കായില്ല. മനുഷ്യന് മെന്റൽ അസൈലത്തിൽ പോകേണ്ട അവസ്ഥ സിനിമ കഴിഞ്ഞതിന് ശേഷം. പലരും സീറ്റിൽ നിന്ന് നീക്കാൻ പറ്റണില്ല, കൈയും കാലും ഇറങ്ങി കളിച്ചിട്ടേ ഫ്രീസായി പോയി. അയ്യോ, കഴിഞ്ഞിറങ്ങുമ്പോൾ കേട്ടതാ അത്ര ഒരു ഏട്ടൻ പറഞ്ഞു ഇതിന് നല്ലത് ഇന്നലത്തെ മറ്റേ പൈസ റീഫണ്ട് പോവായിരുന്നു. അയ്യോ, ഒരു കോമ സ്റ്റേജിലായി പോയി ഒരു സിനിമ കണ്ടിട്ട്. ഒന്നിനും പ്രതികരിക്കാൻ പറ്റുന്നില്ല, നീ ചോടാൻ പറ്റുന്നില്ല, വിറങ്ങലിച്ചു പോയി. ഡിയർ സൂര്യ, യു സ്റ്റോപ്പ് ഇറ്റ്. ലൈക്ക് ആക്ടിങ് യു സ്റ്റോപ്പ്, യു ഡ്രോപ്പ് ആക്ടിങ്. പ്ലീസ് ഡു റീൽസ് ഫോർ 30 seconds. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ദാറ്റ് വിൽ ഗെറ്റ് million likes and comments. ഇങ്ങനെ ആക്കിയാൽ രക്ഷപ്പെടും. ഇങ്ങനെ വെച്ച് തന്ന് ബംഗാളി റീൽ. അതും വേറെ സാധനങ്ങൾ. ഓരോ സീന് സെറ്റ് പീസ് വെച്ചിരിക്കുക. ബംഗാളിയിൽ ഉപേക്ഷിച്ച റീലുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഫ്രീസ് ആവുന്നത്. മാട്രിക്സിന്റെ 144p വേർഷൻ. അയ്യോ, ഇങ്ങനെ പറഞ്ഞ എന്റെ മോനെ, ഈ സിനിമ ഇറങ്ങിയിട്ട് ഇത് റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഉണ്ടല്ലോ, റോസ്റ്റന്മാർക്ക് അടുത്തൊരു 10-30 കൊല്ലത്തിൽ ഇങ്ങനത്തെ വളിപ്പ് സാധനം ഇറങ്ങിയിട്ടുണ്ടാവില്ല ഒരു ഇൻഡസ്ട്രിയിൽ. അങ്ങനത്തെ അപരാധം തീരുന്നില്ല പറഞ്ഞിട്ട്. കലിപ്പ് മനുഷ്യന് മതിയായി. ഒരു നല്ലത് ആകെ പറയാനുള്ളത് നമ്മളെ ഇയാളെ മാത്രമാണ്, ഇന്ദ്രൻ ചേട്ടനെ മാത്രമാണ്. വേറെ ഒരാളെ കുറിച്ച് ഒരു പുല്ലും പറയാൻ പറ്റാത്തൊരു ദേഷ്യം മാത്രം വരികയാണ്. ഞാൻ പോവാണ്.